നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മൾ സർവീസ് ചെയ്യുന്നത് ഇന്നൊരു ഹാൻഡ് ബോക്സാണ്. ഹാൻഡ് ബോക്സിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോഡ് വെയർ കംപ്ലയിൻ്റാണ്. അപ്പോൾ ഈ കോഡ് വെയർ ഇത് നോക്കൂ, ഒരുപാട് പഴയ കോഡ് വെയറാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ കോഡ് വെയറിൽ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമർ ഇപ്പോൾ നമ്മുടെ അടുത്ത് കൊണ്ടുതരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ വയറിൽ മുകളിൽ ഡാമേജായി, ഇതിൻ്റെ സ്ലീവ് കട്ടായി, കോപ്പർ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. അങ്ങനെ കസ്റ്റമർ വെച്ചാൽ എല്ലാ ഹാൻഡ് ബോക്സിൻ്റെയും ബേക്കിൽ ഒരു ഇതേപോലെ ഒരു സ്ക്രൂ ഉണ്ടാവും. ആ സ്ക്രൂ നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഊരെടുക്കുക. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ഒരു ടെസ്റ്റർ വെച്ച് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഊരെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഊരെടുത്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം ഫേസ് വരുന്നുണ്ട്, ന്യൂട്രൽ വരുന്നുണ്ട്, ഒരു എർത്തും വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വാങ്ങിയ വയറിലുണ്ടാവും ഇതേപോലെ കളർ ഉണ്ടാവും, കളർ കോഡ് ഉണ്ടാവും, റെഡ് ഉണ്ടാവും, ബ്ലാക്ക് ഉണ്ടാവും, ഒരു ഗ്രീൻ ഉണ്ടാവും. അപ്പോൾ ഇത് അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുക. ന്യൂട്രൽ, എർത്ത്, ലൈന് ഇത് കറക്റ്റായിട്ട് കൊടുക്കുക. ഒരു കാരണവശാലും മാറിപ്പോകരുത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ലൈനൊക്കെ എർത്തിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമുക്ക് അടി കിട്ടും, ഷോക്ക് അടിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് പിന്നെ ഈ വീഡിയോ ചെറിയ കുട്ടികളായി കാണുന്നുണ്ടെങ്കിൽ ഇത് അനുകരിക്കരുത്. കാരണം ഇത് നിങ്ങൾക്കുള്ള വീഡിയോ അല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവർ മാത്രം ഇത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമാണ് ഇത് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായ ഒരു പ്രൊഫഷണലിനെ സമീപിച്ച് അവരെ കൊണ്ട് തന്നെ മാറ്റിക്കുക. ഒരു കാരണവശാലും നിങ്ങളിത് അപകടം വരുത്തി വയ്ക്കരുത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ വയറിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു ബോധവൽക്കരണം നടത്താൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഈ വയർ ഇത്രയും പോയ വയറിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യരുത്. അത് നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ ഒരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടേക്ക് കെയർ, വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളത് ഇത് ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം, വർക്കിംഗ് കാണിച്ചു തരാം. ഇവിടെ വരെ അപ്പോൾ നമ്മൾ പുതിയൊരു വയർ ഇതിൽ ഫിറ്റാക്കി. ഇത് നല്ല ക്വാളിറ്റിയുള്ള വയറാണ്. അപ്പോൾ ഇതിൽ നമ്മൾ റെഡാണ് ലൈൻ വരുന്നത്, ഗ്രീനാണ് എർത്ത് വരുന്നത്, ബ്ലാക്കാണ് ന്യൂട്ട് വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും മാറ്റി കൊടുക്കരുത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗ്രീന് വന്നിട്ട് ലൈനിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഫഷണലെ കൊണ്ട് ചെയ്യിക്കുക. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ ബേക്ക് കവർ കാര്യങ്ങളൊക്കെ ഇട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഞാനത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് കറക്റ്റ് വർക്കിംഗ് ആണ്, കാണുന്നുണ്ടോ? ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഓൺ ആവുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് വീഡിയോ. അപ്പോൾ ഇതിൽ ചെറിയൊരു ബോധവൽക്കരണത്തിന് വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതി. കാരണം ഈ വയർ അതായത് ചെറിയ കംപ്ലയിൻസ് അങ്ങനെയുള്ള വയർ വെച്ചിട്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഈ ഹാൻഡ് ബോക്സ് വർക്ക് ചെയ്യിക്കരുത്. അതെന്തായാലും നമ്മൾ മാറ്റണം. കാരണം നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനുമുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.